ഹലോ, രാവിലെയൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ബാക്കിയായിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് വൈകിട്ട് അടിപൊളി ഒരു വിഭവം തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 5 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബാക്കി വന്ന ഇഡ്ഡലിയാണ്, ചെറിയ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ 5 എണ്ണം ഉണ്ട്. അപ്പോൾ അതിതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം, ചെറു ചൂട് മതി, ആ ചൂടുവെള്ളത്തിലേക്ക് ഇതൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 20-30 സെക്കൻഡോളം മുക്കി വെച്ചിരുന്നാൽ മതി. അതിനുശേഷം കയ്യിലെടുത്ത് ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം. ഇനി നമുക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ നന്നായിട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് പൊടിക്കണമെന്നില്ല, ചെറിയ കഷ്ണങ്ങളായിട്ട് കിടന്നാലും കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ബാക്കി ഇഡ്ഡലിയെല്ലാം ഇതുപോലെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടിച്ചിടാം. അപ്പോൾ വെള്ളമയമൊന്നും ഒത്തിരി ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് നമ്മളിത് പിഴിഞ്ഞിട്ട് പൊടിച്ച് ചേർക്കുന്നത്. എല്ലാ ഇഡ്ഡലിയും ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സവോളയാണ്. ഇപ്പോൾ ഒരു മീഡിയം സൈസ് സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് വേണ്ട, നമ്മുടെ ഇഡ്ഡലിക്ക് ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഉപ്പേ നമ്മൾ സവോളയിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഈ കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ സവോള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും മതി, ഒരു 1/2 ടീസ്പൂണോളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചച്ചൊവയൊക്കെ മാറി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഗരം മസാല, പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ വളരെ കുറഞ്ഞ അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം വീതമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് പൊടികളൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വളരെ കുറഞ്ഞ അളവിൽ പൊടികൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളിയാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട അതൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 5 ഇഡ്ഡലി എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഞാൻ 2 മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ മുട്ട വേണമെന്നുള്ളവർക്ക് ഒരു 3 മുട്ടയാണെങ്കിലും ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ മുട്ടയൊന്ന് കുക്കായി കിട്ടണമല്ലോ, അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഡ്ഡലി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പൊന്ന് നോക്കണം, ഉപ്പ് പാകത്തിനാണോ എന്ന്. നമ്മുടെ ഇഡ്ഡലിക്ക് ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുട്ടയ്ക്കും ഒക്കെ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇഡ്ഡലി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇഡ്ഡലി വെച്ചിട്ട് അടിപൊളി വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.